Assalamualaikum, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അയ്യോ നല്ല മഴ എന്നല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹണിമൂൺ വ്ളോഗാണ്. ഹണിമൂൺ ട്രിപ്പാണ്. ഞങ്ങളപ്പോൾ വയനാടാണ് പോകാൻ വേണ്ടി പോണത്. ഒരു 4 days ട്രിപ്പാണ്. അപ്പോൾ പുറത്തു നോക്കിക്കാൻ ഭയങ്കര മഴ. മഴ പെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയം. ആക്ച്വലി അവിടെ വയനാട്ടില് റെഡ് അലേർട്ട് ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ പോണത്. നമ്മൾ ഒട്ടും വിചാരിക്കണില്ലല്ലോ ഇങ്ങനെ, മീൻസ് റെഡ് അലേർട്ട് ഒക്കെ ആവുന്ന ഒട്ടും വിചാരിക്കണില്ല. അതിനെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഒരു 3 മാസം മുന്നേ മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എനക്ക് വന്നെന്ന് പറഞ്ഞ 3 മാസം മുന്നേ മുതൽ ഞങ്ങൾ അക്കോമഡേഷനും അങ്ങനെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കിക്കാൻ പുറത്തത്തെ കളർ കംപ്ലീറ്റ് മാറിയത് ഫോഗാണ്. അപ്പോ ഇപ്പൊ ഏതായാലും മഴയത്താണ് ഗൈസ് ഞങ്ങൾ പോണത്. ഇത് കണ്ടോ, മൊത്തം കളർ. ഇപ്പൊ വെയില് വന്നിരിക്കേണ്ട സമയമാണ്. മൊത്തം കളറൊക്കെ മാറി ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും കാണാം. എനിവേ, എങ്ങനെയാണ് അവിടെ പോയിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ് ഏതാന്നൊന്നും പ്രീ പ്ലാൻ ഇല്ല. ഞങ്ങൾ ആക്ച്വലി അവിടെ സ്റ്റേയുടെ അവിടെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊന്നും ആ ഏരിയയിലൊന്നും പ്രശ്നമൊന്നും ഇല്ല എന്നാ പറഞ്ഞേക്കുന്നത്. വീട്ടിൽ നമ്മ പറഞ്ഞിട്ടില്ല. റെഡ് അലേർട്ട് ആണെന്നുള്ള കാര്യം കണ്ടില്ല. എന്നാലും നമ്മൾ രണ്ടുപേരും പോണേ പേടിയായിരിക്കും. 2 വീട്ടിലും പറഞ്ഞിട്ടില്ല റെഡ് അലേർട്ട് ആണെന്നൊക്കെയുള്ള കേസ്. അപ്പൊ നമ്മ ഇന്നലെ അറിഞ്ഞു ഇങ്ങനെ റെഡ് അലേർട്ട് ആണെന്നൊക്കെ. നമ്മൾ വിളിച്ചൊക്കെ ചോദിച്ചപ്പോ ആ ഏരിയയിൽ സീനില്ല എന്ന് പറഞ്ഞു. പക്ഷെ പല ടൂറിസ്റ്റ് പ്ലേസും എന്താണ് പറയാ ക്ലോസ് ചെയ്തേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും പോയിട്ട് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും കാണാം. Like a domino, I fall. Another bottle. Don't know what to say. Send me on my way to you. I know you're all that I want, but I don't even know your name. So don't go and leave me. അപ്പോൾ സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ മലപ്പുറം എത്തിയിട്ടില്ല, എത്താൻ വേണ്ടി പോകണം. അപ്പോൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് ഏതായാലും പോകാമെന്ന് വിചാരിച്ചു. വിശന്നൊക്കെ തുടങ്ങി. അപ്പോൾ അടുത്ത് തന്നെയുള്ള നല്ലൊരു ഹോട്ടൽ നോക്കുകയാണ്. നമുക്ക് കാണുന്ന അനുസരിച്ച് പോയിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളതേ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ഓക്കെ ഒട്ടും ഭയങ്കര വാവും അല്ല, എന്നാ ഒട്ടും മോശമല്ല. അങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഹോംലി ഫുഡായിട്ടാ തോന്നിയേക്കണം. നമ്മ പുറത്ത് ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഒരു നല്ല ഫുഡ് കിട്ടണതിന്റെ വലിയ കാര്യമാണ്. എന്നാലും നമ്മ അത്ര ഒരു ഓക്കെ ഫുഡായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഓക്കെ ഫുഡായിരുന്നില്ല കേട്ടോ. പിന്നെന്താ പറയാ വന്നത്, അപ്പൊ നമ്മടെ ഇപ്പൊ തിരൂരല്ലേ എത്തിയേക്കുന്നത്. തിരൂര് എത്തിയിട്ടുണ്ട്. പൊക്കോണ്ടിരിക്കണം. അപ്പൊ ആണെങ്കിൽ ഭയങ്കര സ്ലോ. ഇനിയുണ്ട് 3.5 hours ഇനിയുണ്ട്. വെറുതെ ഞാൻ ഇന്നങ്ങോട്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്യും ഗൈസ്. ഇത്ര ഒരു സ്മൂത്തായ റോഡ് കിട്ടിയാൽ ഞാൻ എന്തായാലും ഡ്രൈവ് ചെയ്യും. അന്നത് 1 way കൂടിയാണ്. നമുക്ക് കണ്ണടച്ച് ഓടിക്കാവുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ മഴയില്ലാണ്ടിരുന്ന ഇപ്പൊ ഒരു നല്ലൊരു മഴ. ഈ റോഡിൽ ഒരു മഴയും പെയ്തിട്ടില്ല. നമ്മിപ്പൊ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു അയ്യോ അവിടുത്തെ പേപ്പർ മാറിപ്പോണോക്ക്. അപ്പൊ ഞങ്ങിപ്പോ വന്നപ്പോ ഒരു അടിപൊളി മഴ അവിടെ പെയ്തോളൂ. എന്ത് വെള്ളമായിരുന്നു. റോഡിലൊക്കെ ഭയങ്കര വെള്ളമൊക്കെ ആയിരുന്നു ഒരു മഴ. ഈ ഒരു റോഡിലേക്ക് പോകുമ്പോ മഴ ഒന്നും പെയ്തിട്ടില്ല. ഇയാളെന്താ പേപ്പർ എറിഞ്ഞ് കളിക്കണം. 2 വീലറൊക്കെ ആണെങ്കിൽ മോത്തിങ്ങനെ പേപ്പർ വന്നത്. അതെ, ഒരു വണ്ടി പേപ്പർ എറിഞ്ഞ് കളിക്കണം റോഡിൽ. അപ്പൊ നമുക്ക് പോകുമ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഫുഡ് കഴിച്ചപ്പോ എനിക്ക് ദാഹിക്കണം. ഷവായ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഈ ഒരു ഏരിയയിലൊക്കെ നല്ല ഫുഡ് കിട്ടും നമുക്ക്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, തിരൂരൊക്കെ ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. നമുക്കപ്പോൾ നല്ല നല്ല ഫുഡൊക്കെ കിട്ടുന്ന സ്പോട്ട്. ഞാൻ ഇപ്പം നെറ്റ് ഓൺ ചെയ്യാണ്ട് വെക്കണേ. കാരണം വെച്ചാൽ ഫോണിന്റെ സ്പേസ് ചാർജ് പോകും. അതുകൊണ്ട് നല്ലൊരു സ്പോട്ട് നോക്കണം ഇവിടെ. അപ്പൊ നമ്മളിപ്പോ കോട്ടക്കലാണ് എത്തിയേക്കണത്. കോട്ടക്കൽ ആര്യവൈദ്യശാല. ഇവിടുത്തെ ഓയിലാണ് യൂസ് ചെയ്യണത്.
എല്ലാ സ്ഥലങ്ങളും പറഞ്ഞു കൊടുക്കില്ലേ, വയനാട് എറണാകുളത്ത് പോകാൻ കോട്ടക്കലിലേക്ക് പറഞ്ഞ കാര്യമില്ല, നമ്മ വഴിയേറ്റി കിടന്ന് ഇറങ്ങണം. അത് ശരി, എനിക്കറിയാമോ, ഞാൻ ആകെ വീഡിയോ എടുക്കുക, സ്ഥലം കാണാം. അപ്പൊ പിന്നെ എന്തേ മാപ്പ് നോക്കിയല്ലേ പോണത്, ഒറ്റക്ക് ഇഷ്ടത്തിനാണ് പോണത്. നീ മാപ്പ് നേരത്തെ കൊണ്ടുപോയൊരു വഴി കണ്ടില്ലേ? അപ്പൊ അവിടെ നിന്ന് മറച്ചു വെച്ചിട്ട് ദൈവത്തിലേക്ക് ഇറക്കി ഇങ്ങനെയൊക്കെ പോകാൻ പറയണേ, അവര് നേരെ പോയാൽ മതി. എന്ത് പറയാനാ, ഒരു 3 മണിക്കെങ്കിലും അവിടെ എത്തണം. ബാക്കി എത്തൂലേ? 3 മണിക്ക് എത്തിക്ക്. 3 മണിക്ക് എത്തിയാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എന്ത് കാര്യങ്ങൾ നടക്കുള്ളൂ? 3 മണിക്ക് ചെക്കിൻ ചെയ്ത് അവിടെ കുറച്ച് നല്ല സ്പോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. മഴ പെയ്യണമെങ്കിൽ സീനാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ കുറച്ച് അതായത് പുറത്തത്തെ കുറച്ച് ഏരിയ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അല്ലെങ്കിൽ രാത്രി ആയാൽ നമുക്ക് പണി കിട്ടും, പിന്നെ നാളെ രാവിലെ ആവട്ടെ. അപ്പൊ അങ്ങനെ അതിനുശേഷം ഒരു ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നേ. നമ്മപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ വീണ്ടും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു 8 മണിക്കൂറുള്ള ജേർണി ആണെങ്കിൽ പെട്ടെന്ന് ഓരോരോ സ്പോട്ട് എത്തുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരു ഷോർട്ട് കട്ടിൽ കൂടെ ആയിരുന്നു ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അതായത് ചുരം വഴി ആയിരുന്നില്ല ഫസ്റ്റ് പോയച്ചത്. അതായത് നമ്മുടെ മെയിൻ ചുരമില്ല, വയനാട്ടിലേക്ക് പോകേണ്ട മെയിൻ ചുരം വഴി ആയിരുന്നില്ല പോകുന്നത്. നമ്മുടെ വില്ല വേറെ ഒരു ഏരിയയിലായിരുന്നു. അതായത് നമ്മുടെ വിൽട്ടണില്ല, സുൽത്താൻ ബത്തേരിയുടെയൊക്കെ അപ്പുറത്തെ ഒരു ഏരിയയിലായിരുന്നു. അപ്പം നമ്മൾ ഷോർട്ട് കട്ട് വഴിയിട്ടായിരുന്നു ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വിശന്ന് തുടങ്ങി. അപ്പം നമ്മൾ വിചാരിച്ചു നല്ലൊരു സ്പോട്ട് കാണുമ്പോഴത്തേക്കും ലഞ്ച് കഴിച്ചിട്ട് ബാക്കി ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോണ വഴികളൊക്കെ നോക്കിക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആയിരുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയ ഇങ്ങനെ ചുരങ്ങളൊക്കെ കാണുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പോയി ലാസ്റ്റ് ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. അപ്പോഴാണ് ഈ ഒരു സ്പോട്ട് എത്തിയത്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഏതായാലും ഈ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അറേബ്യൻ മന്തി പാലസ്, മന്തി കഴിക്കാം, കുഴപ്പമില്ല എന്ന് വിചാരിച്ച്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തോറും വിശക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ജേർണി പോകുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ച് പോകണം. അല്ലാതെ നമ്മളിങ്ങനെ ജേർണി മാത്രം ഫോക്കസ് ചെയ്ത്, അതായത് പ്ലേസ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളും ടയർഡ്. ഓൾറെഡി നമ്മളിങ്ങനെ ട്രാവലിംഗ് ആകുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇൻടേക്ക് ചെയ്യില്ല. അതായത് നമുക്ക് ടോയ്ലറ്റിലൊക്കെ അപ്പോൾ പോകണമല്ലോ. ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് വേണ്ടത് അങ്ങനെ കഴിക്കണം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എനിക്ക് ബീഫിൻ്റെ റിബ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവിടുത്തെ ബീഫ് റിബ് മന്തിയും പിന്നെ സാധാ ബീഫ് മന്തിയും, ബീഫ് തന്നെ മതി, ബീഫേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, ചിക്കൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 ബീഫായിരുന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് നമുക്ക് സാലഡും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്ന് പിന്നെ ഒട്ടും വൈകാതെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വയനാട് എത്തിയിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ച ബീഫ് മന്തിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഞാൻ റിബായിരുന്നു എടുത്തിട്ടുണ്ട്. ബീഫ് റിബ് സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്ര ഒരു ബീഫിനൊക്കെ ഇത്ര നല്ല വെൽ കുക്ക്ഡ് ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പൊ ഞാൻ വയനാട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റൂം എത്തും. അപ്പൊ ഞങ്ങൾ വന്ന വഴി നമ്മുടെ മീശപ്പുലിമല പോലത്തെ ഒരു സ്ഥലമില്ലേ, അതായത് നമ്മ
മേഘങ്ങൾ ഇങ്ങനെ താഴെ കാണാം, അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനി പോണ വഴി അങ്ങനെ ഉണ്ടാകും, എയർപിന്നായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോ ഇനി പോണ വഴി താഴ്ചയാണ്, എയർപിന്നല്ല. അപ്പൊ ഞങ്ങൾ തിരിച്ച് ആ ഒരു സ്പോട്ട് കാണാൻ വേണ്ടിട്ട് പോകണം. നല്ല രസം ഉണ്ടായി കാണാൻ വേണ്ടിട്ട്. വരാൻ നേരത്തെ ലെഫ്റ്റ് സൈഡിലാണ്, അപ്പൊ അപ്പുറത്തെ സൈഡിലാണ് അത്. അപ്പൊ കാണാം. അക്കൂക്ക് നാണമാണ് ഗൈസ്, വ്ളോഗ് എടുക്കാൻ നാണം. പക്ഷെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ എന്റെ വീഡിയോ അല്ലാണ്ട് നാട്ടുകാരുടെ വീഡിയോ ആണ് ഇഷ്ടം. എന്റെ വീഡിയോ ഇഷ്ടമല്ലേടാ? എന്റെ വീഡിയോ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത് ആളുടെ ഇഷ്ടം ഞാൻ അംഗീകരിക്കണേ ഇല്ല. എന്റെ വീഡിയോ എന്റെ മെമ്മറി, മൈ ലൈഫ് മൈ റൂൾ എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ല എന്റെ വീഡിയോ. ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഫാൻസ് ഒക്കെ ഇളകും. ഞാനൊരു വലിയ ആളായിരുന്നെങ്കിൽ ഇപ്പൊ ഫാൻസ് ഇളകി. ഈ വ്ളോഗിന്റെ ഇടയിലൊരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഇനി മേലെ നിന്റെ വീഡിയോ പുറത്തിറങ്ങുന്നത്. അപ്പൊ അത്യൊക്കെ ഉള്ളു. കാണിച്ചു തരാട്ടോ. ഇതേ സ്ഥലം എത്താറായിട്ട് ഇത് കണ്ടോ, ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. പൊന്നു മോനെ, ക്ലൗഡ് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നീ ഇനിയില്ല. മര്യാദക്ക് ഞാൻ അവിടെ വന്നവഴി നിർത്താൻ പറഞ്ഞ പോണ വഴി ഇനിയും എയർപിന്നാണ്, ഇനിയും നമുക്ക് കാണാന്ന്. പോണ വഴി ഒന്നുമില്ല. അപ്പൊ ഞാൻ പോയി നോക്കട്ടെ ആ ക്ലൗഡ് ഉണ്ടോ ഇല്ലോ നോക്കട്ടെ. ഗൈസ്, അങ്ങനെ വലിയകാലത്ത് ഞാൻ അവിടെ ഓടിയെത്തിയപ്പോഴത്തേക്കും ഇതായിരുന്ന അവസ്ഥ. ഇതിനപ്പുറം വേറൊരു സ്പോട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ആ ഒരു എയർപിന്നില്ല, രണ്ടെണ്ണം ഇങ്ങനെ വീണ്ടും ബാക്കിലേക്ക് ഞാൻ ഇങ്ങനെ ഇറങ്ങി. പക്ഷെ ഇതാണ് കാണുന്നത്. ഞാൻ നേരത്തെ മറ്റേ ബുഷി ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു കണ്ടുവച്ചത്. ഞാനും അക്കും കണ്ടതാണ്. പിന്നെ ഇവിടെ ആ ഒരു കോർണറിലായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അല്ലാതെ ഇപ്പുറത്തെ ആൾക്കാരൊന്നും ഇല്ല. നേരത്തെ ഇവിടെ കുറച്ച് പേരിങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഇത്രയും സമയം കൊണ്ട് ആ ക്ലൗഡ് പോകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളുടെ വില്ലയിലേക്ക് പോകണം. അപ്പോൾ അവിടുത്തെ കുറച്ച് ചേച്ചിമാരൊക്കെ പണിയെടുക്കണമായിരുന്നു ആ ഒരു വഴിയിലൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മ എല്ലാം സെറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ച വില്ല. അപ്പോൾ കുറച്ച് നാളായി ഞങ്ങൾ ഇതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ഏത് വേണം എന്നുള്ളത്. അതായത് വെച്ചാൽ നമുക്ക് വില്ല നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും, അതായത് വില്ലയോ നമ്മൾ ഏതാണോ നമ്മുടെ മീൻസ് റൂം നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ നിയർ ബൈ ആയിട്ട് നമുക്ക് പോകാനും ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കൂടെ വേണ്ടേ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. എ ഫ്രെയിം അങ്ങനത്തെയാണ് കേട്ടോ. ഇപ്പോഴത്തെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളും. ഒത്തിരി ഞാൻ റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ പുറകിലായിരുന്നു കഴിഞ്ഞ 3 മാസത്തോളം. ഒരുപാട് പേര് ഞാൻ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പ്രോപ്പർ ഏരിയയും വേണം, അടുത്ത് കുറച്ച് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ അടുത്തടുത്തായിരിക്കണം. നമ്മൾ ആകെ കുറച്ച് ദിവസമല്ലേ നമ്മൾ പോകുള്ളൂ, അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ തന്നതൊക്കെ കുടിച്ച് പിന്നെ ഇവിടെ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ആകെ 4 വില്ലയാണ് കേട്ടോ ഉള്ളത്. ആകെ 4 വില്ലയേ ഉള്ളൂ. ഭയങ്കര സൈലൻറ്റും കാമുമായൊരു പ്ലേസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടുത്തെ സെക്യൂരിറ്റി കൊണ്ടുതന്നെയാണ്. ഞങ്ങൾ 4 ദിവസത്തേക്ക് പോകണമെങ്കിലും 2 ആഴ്ചത്തേക്കുള്ള ഡ്രസ്സ് ഉണ്ട്. അതിനൊന്നും ഒരു കുറവും വരത്തില്ല. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് കൺഫ്യൂഷനാണ്. 2-3 ഡ്രസ്സ് എടുത്താലും ഞാൻ കുറച്ചും കൂടെ എക്സ്ട്രാ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻ കേസ് നമ്മൾ ഒരു വാട്ടർഫോൾസിൽ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊന്നും ഒട്ടും കുറവും വരരുത്. പിന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ എൻ്റെ ഡ്രസ്സാണെന്ന് തോന്നുന്നു, ഇതിലൊരു 3/4 ഭാഗം എൻ്റെ ഡ്രസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചും പറഞ്ഞും തരുമായിരുന്നു. അപ്പോൾ ഇത് ഡബിൾ റൂമുള്ളതാണ് ഈ ഫസ്റ്റത്തെ ഒരു എ ഫ്രെയിം എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്ന വെച്ചാൽ 360 ഡിഗ്രി വ്യൂ. ഇതിൻ്റെ മുകളിൽ പോയാൽ ഈ ഒരു ഏരിയയിൽ 360 ഡിഗ്രി ഫുൾ വ്യൂ കാണാൻ വേണ്ടി പറ്റും. പിന്നെ വെളുപ്പിന് 6 മണിക്ക് എണീറ്റ് മുകളിൽ പോവുകയാണെങ്കിൽ നല്ല ഫോഗും അടിപൊളി വ്യൂ കാണാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടായിരുന്നു നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിൽ വെച്ചായിരുന്നു കേട്ടോ. വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ലൈറ്റിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ 5-6 മിനിറ്റ് അവർക്ക് വേണ്ടി ഇവിടെ തന്നെ എടുത്തോ എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ടർ വ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, 4 വില്ലയാണ് ഉള്ളതെന്നും. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നേ. ഇനി നമുക്ക് അടുത്തത് ഉള്ളിലേക്ക് പോയിട്ട് റൂം കാണാം. അപ്പോൾ ഡോർ തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാസ്മിൻ്റെ അടിപൊളി ഇങ്ങനെ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ബെഡെല്ലാം സെറ്റ് ചെയ്ത് കൂടെ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ബെഡൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ കൂടെ വിളിക്കേണ്ടായിരുന്നു, മാഡം എവിടെ എത്തി എങ്ങനെയാണ്. കാരണം നമ്മൾ ആ ഒരു റീച്ച് ആവണ ഒരു ടൈം വെച്ചിട്ടാണ് അവർ ബെഡൊക്കെ
സെറ്റ് ചെയ്യുന്നത്. നല്ലതായിരുന്നു കേട്ടോ, സർപ്രൈസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഓവറോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ, ഇങ്ങനെ ബെഡൊക്കെ ഡെക്കോർ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അടിപൊളിയായിരുന്നു, കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. സിമ്പിളാണ് പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു. ആ കൂടെ സർപ്രൈസ് കണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫിനിറ്റി പൂളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വെട്ടമുള്ള സമയത്ത് തന്നെ ഇത് വന്ന് കാണണമെന്ന്. അവർ അയച്ചു തന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഓൾറെഡി നമുക്കറിയാമല്ലോ, ഐഡിയ ഉണ്ടല്ലോ. അടിപൊളിയായിരുന്നു. വന്നില്ലെങ്കിൽ ശരിക്കും നഷ്ടമായിരുന്നു. വന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് തലേ ദിവസമൊക്കെ നമുക്കിങ്ങനെ വരണോ, അപ്പോൾ കാരണം പുറത്ത് ഭയങ്കര മഴ, നമുക്ക് കേൾക്കണ ന്യൂസൊക്കെ വേറെ വേറെ ന്യൂസാണ്. അപ്പോൾ നമുക്കിനി മൂന്നാർ പോകണമെന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അഡ്വാൻസ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല വേറെ പോകണമെന്നൊക്കെ. പക്ഷേ വന്നത് വേർത്തായിരുന്നു. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പുള്ള മൂടി നിൽക്കണ ഒരു ക്ലൈമറ്റ് എന്ന് അറിയില്ല, ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. എന്നാൽ മഴയില്ല. മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലിമിറ്റ് വരെ മഴ ഓക്കെയാണ്. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലൊക്കെ നമുക്കിങ്ങനെ ഒരു പ്ലേസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇവിടെ വിസിറ്റ് ചെയ്യാനല്ലേ ഞങ്ങൾ വന്നേക്കുന്നത്. ആ ഒരു സമയത്ത് മഴയൊക്കെ പെയ്താൽ ബുദ്ധിമുട്ടല്ലേ. അങ്ങനത്തെ ഇതാണ് കേട്ടോ നമ്മുടെ അതെ പൂൾ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ വാഷ്റൂം, അതായത് കയറി വരുമ്പോൾ തന്നെ വാഷ്റൂമാണ്. അവിടെ ഇങ്ങനെ ഗ്ലാസ്സാണ്. അവിടെ നോക്കിയാൽ നമ്മുടെ ബെഡ്, പിന്നെ അവിടെ നോക്കിയാൽ നമ്മുടെ പൂള്, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ 360 ഡിഗ്രി വ്യൂടെ ടോപ്പിൽ വന്നേക്കുന്നുണ്ട്. ഫുൾ ഫോഗും തണുപ്പും നല്ല ക്ലൈമറ്റും. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റാണ് ഇവിടെ. ശരിക്കും നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ, അതായത് ഞങ്ങൾ രാവിലെ മോർണിംഗ് പറഞ്ഞില്ലായിരുന്നു റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും ഇതെന്താ പറയുക, വേസ്റ്റ് ആയിപ്പോയി. ഓൾറെഡി നമ്മൾ എന്തായാലും ബുക്കൊക്കെ ചെയ്തതായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ്, മഴ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. എന്താ പറയുക, അടിപൊളി കേട്ടോ. റൂമും എൻറ്റയർ ആ ഒരു പ്രിൻസസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പം ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് നമുക്കിനി താഴെ പോയിട്ട് ഇവിടെ കോമൺ പൂളുണ്ട്. കോമൺ പൂളും ഇവിടുത്തെ കുറച്ച് ടെർമിസസൊക്കെ നമുക്ക് പോയിട്ട് കാണാം കേട്ടോ. വാ കാണിച്ചു തരാം. കാണുന്നത് കൊടുത്തുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ പൂള് കാണാൻ പോവാം. ഇതാണല്ലോ ക്യാമ്പ് ഫയർ സ്പോട്ട്. ഓ അതെ, അപ്പോൾ ഇതാണ് ക്യാമ്പ് ഫയർ സ്പോട്ട്. അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കും. നല്ല തണുപ്പ് വന്നിട്ടുണ്ടല്ലോ. രാത്രി ആകുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരിക്കും. ഇനി ഇവിടുന്ന് ചിക്കനൊക്കെ ഗ്രില്ലാണ് വെച്ചിരുന്നത് രാത്രി. രാത്രി ആയിരിക്കും അടിപൊളി. വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് രാത്രി ഒരുങ്ങി നോക്കാം. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇതാണല്ലേ. ഓ അതിനുള്ളതാ. ടയർഡായ വെച്ചാ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ചുറ്റിക്കറങ്ങിയൊക്കെ പോന്ന്. കുറച്ചിങ്ങനെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല നല്ല നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടി.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയം എന്ന് വെച്ചാൽ ടീ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫാമിലിയിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അവിടെ സ്നാക്സും കാര്യം നമ്മൾ നേരത്തെ തന്നെ പറയണമായിരുന്നു, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ ചെറിയ ഒരു മെനു ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ പഴംപൊരി എല്ലാം നമ്മൾ പറയുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തരിക ചെയ്യുക. അപ്പോൾ ഒത്തിരി നേരവും പിടിക്കുന്നുണ്ട്, അതേപോലെ പറയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് പഴംപൊരി പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ആയിരുന്നു. അങ്ങനെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ അതേന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടുത്തെ നൈറ്റ്, അതായത് ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടും. ഞങ്ങൾ അങ്ങനെ തിരിച്ച് പിന്നെന്താ റൂമിലേക്ക് കണ്ടു. അപ്പോൾ ചെല്ലുന്നത് ഇവിടെ കുറച്ച് ഏരിയയൊക്കെ കണ്ട് നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. ഹലോ, അപ്പോൾ ടൈം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും കുറച്ച് നേരം ഇനി പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഡിന്നർ ഞങ്ങൾ ഒരു 9:30 ആയപ്പോഴത്തേക്കാണ് പറഞ്ഞേക്കുന്നത്. 9:30 ആയപ്പോഴത്തേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നൈറ്റ് വ്യൂ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നൈറ്റ് വ്യൂ ഇതാണ്. ലൈറ്റും കൂടെ വരുമ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നൈറ്റ് വ്യൂ. അടിപൊളിയല്ല, നല്ല തണുപ്പുണ്ട്. നമുക്ക് പിന്നെ പൂളിൽ ഇറങ്ങാം. തണുപ്പുണ്ടോ? അയ്യോ, ഞാനെങ്ങനെ പറഞ്ഞു, എനിക്ക് ഇത്രയും തണുപ്പ് വേണ്ട. കാല് തന്നെ നമ്മളിവിടെ വെക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട്. ഓ മൈ ഗോഡ്. ഞാൻ വിറക്കുമല്ലേ, എനിക്ക് വിറവല് വരും പ്ലീസ്. തണുത്തിട്ട് രക്ഷയില്ല. അച്ഛ എങ്ങനെയുണ്ടാ? തണുപ്പുണ്ടോ? ഭയങ്കര തണുപ്പ് വെച്ചാൽ ഭയങ്കര തണുപ്പ്. എനിക്ക് ഭയങ്കര തണുപ്പുണ്ട്. ഞാൻ ഒട്ടുമിക്ക തണുപ്പും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണതാണ്. അതാ ഫീ ഗ്യാങ്. പക്ഷെ എന്റെ ഓഫീസിലെ ഫ്രണ്ട്സ് ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യും. ഓഫീസിൽ ഞാൻ ഭയങ്കര തണുപ്പിന്റെ ആളാ. ഒരു ദിവസം നമ്മ എവിടെയാ പോയത്? ഡീപൂച്ചി പോയിട്ട് ഞാൻ പൂളിലിറങ്ങിയിട്ട് അക്കൂടെ ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ആയിട്ടാ പോയത്. പൂളിലിറങ്ങിയിട്ട് ഭയങ്കര തണുപ്പ്. ഞാൻ വീഡിയോക്ക് വേണ്ടി ഭയങ്കര അർത്തിമുട്ട് ഇറങ്ങി. എനിക്ക് പെട്ടെന്ന് തലകറക്കം വന്ന് ഞാൻ തലയിറങ്ങി വീണ് പോയി, ബോധം പോയി. അവര് ആ കഥയിന്റെ വല്ലതും അവര് കണ്ട അവരെന്നെ കൊല്ല്. ഈ അത്രയും തണുപ്പില്ലെങ്കിലും തണുപ്പുണ്ട്. അപ്പൊ ഞാൻ ഒരു തലകറക്കം വരുമോന്ന് ഓർത്ത് ഞാൻ ഇറങ്ങണില്ല. ഞാൻ ഇങ്ങനെ നിക്കണേ, അതായത് ഇവിടം വരെ ഇറങ്ങിയിട്ടുണ്ട്, മുകളിലേക്ക് ഞാൻ ഇറങ്ങണില്ല. വെള്ളത്തിൽ ഇറങ്ങാനാണ് ഇത്ര തണുപ്പ്. മുക്കല്ലേ? മുക്കട്ടെ. ഓക്കെ. തണുപ്പിൽ നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം ആകുമ്പോൾ അതിലായിട്ടൊന്ന് സെറ്റ് ആകുമല്ലോ. പിന്നെ കുറച്ചിങ്ങനെ കാറ്റ് വരുമ്പോഴാണ് ഭയങ്കര തണുപ്പ് പോകുന്നത്. അല്ലാതെ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നിന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. അതിന് കുറച്ച് നേരം പൂളിലൊക്കെ നിന്ന് കുറച്ച് മണിക്കൂർ പൂളിലൊക്കെ നിന്ന് അതിനുശേഷം ഡിന്നറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് നമ്മുടെ പബ്ലിക് പൂളിൻ്റെ ആണ് കേട്ടോ, കോമൺ പൂളിൻ്റെ ഓവറോൾ വ്യൂ ആണ്. അപ്പോൾ രാത്രി ഇങ്ങനെ അതായത് ചെറിയ ലൈറ്റൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി നല്ല രസമാണ്. ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പുറം. അപ്പോൾ ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഓവറോൾ ഡേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോസും അടുത്ത ദിവസത്തെ പുതിയ വീഡിയോസും പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.